Guys, welcome back to my channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വീണ്ടും ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആണ്. അപ്പോൾ സ്നാപ്സീഡ് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് എഡിറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിപ്പബ്ലിക് ഡേ വരെയാണല്ലോ, അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടൊരു ഫോട്ടോ എഡിറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി അവർ സ്നാപ്സീഡ് എഡിറ്റ് ചെയ്ത് കാണിക്കും, നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ പെൻസിൽ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്യൂൺ ഇമേജ് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്. അപ്പോൾ ബ്രൈറ്റ്നെസ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, ബ്രൈറ്റ്നെസ് നമുക്കധികം ആവശ്യമില്ല, സാച്ചുറേഷൻ ആവശ്യമില്ല. ആംബിയൻസ് കുറച്ച് ഒരു +7 ആക്കുക, വളരെ കുറവ് മതി. ലൈറ്റ് അധികം വേണ്ട, അപ്പോൾ ഇത്തിരി കുറയ്ക്കുകയാണ്. പിന്നെ ഷെയ്ഡ് ഇത്തിരി നമ്മൾ കുറയ്ക്കുകയാണ്, ഒരു -3 ആ ലെവൽ വളരെ കുറവ് മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോട്ടോയ്ക്ക് മനസ്സിലാവില്ല, അധികം സാച്ചുറേഷൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് മെയിനായിട്ടുള്ള പോർഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഡബിൾ എക്സ്പോഷർ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഫോട്ടോ കണ്ടുവച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണല്ലോ. നെറ്റിൽ നമുക്ക് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഇമേജ് തന്നെ വയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെ സിമ്പിൾ കാണാം. അതിൽ നമ്മൾ ഇതിൻ്റെ ഫുൾ ഷെയ്ഡാക്കി കൊടുക്കുക. ഫുൾ ഷെയ്ഡ് എന്നുണ്ടെങ്കിൽ ഒരു 90% ഫുള്ളാക്കി കൊടുക്കുക. അധികം കൊടുത്തു കഴിഞ്ഞാൽ ഓവർ ആക്സറായിട്ട് നമുക്ക് തോന്നാൻ വയ്ക്കാം. അതുകൊണ്ട് നമ്മളത് ഫുള്ളായി. അതിനുശേഷം ഫോട്ടോയ്ക്ക് അനുസൃതമായിട്ട് നമ്മൾ ഈ ഇതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഫോട്ടോയിൽ നമ്മുടെ മാക്സിമം ഇത് കവറാവണ രീതിയിൽ വയ്ക്കുക. അതിനുശേഷം ടിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഫോട്ടോയിൽ ടോപ്പ് സൈഡിൽ കാണുന്ന സെക്കൻഡ് സിമ്പിൾ, ആ ഒരു ഏരോ മാർക്കുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യൂ എഡിറ്റ്സ് എന്നൊരു ഓപ്ഷൻ വരും. വ്യൂ എഡിറ്റ്സിൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ ഡബിൾ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഒരു ബോക്സും അതിൻ്റെ ഒരു ബ്രഷായിട്ടുള്ള സിമ്പിൾ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് അവിടെയൊക്കെ നമ്മൾ ഇതിൽ കളർ ചെയ്യാണ്. അതപ്പോൾ അടിയിൽ കാണാം 100 എഴുതിയിട്ടുള്ളത്. 100 എഴുതിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് നമ്മൾ ആ ഡബിൾ എക്സ്പോഷർ ചെയ്ത ഇമേജ് വേണ്ടത് അവിടെയൊക്കെ നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നതായിരിക്കും, വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, എന്നാലേ അതിന് പെർഫെക്ഷൻ കിട്ടുള്ളൂ. നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സൂം ചെയ്തിട്ട് എവിടെയൊക്കെയാണോ മിക്സ് ആയി പോയിട്ടുള്ളത് അവിടെയൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എന്തായാലും ശരീരത്തിൻ്റെ മേലെ ഈ കളർ വരാൻ പാടില്ല, അപ്പോൾ അതൊരു വൃത്തികേടായിട്ട് മാറും. അപ്പോൾ നമ്മൾ മാക്സിമം സൂം ചെയ്തിട്ട് നമുക്ക് എത്ര ക്ലിയറിൽ ചെയ്യാൻ പറ്റുമോ അത്ര ക്ലിയറിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്ക് എപ്പോഴും ചെയ്യുമ്പോൾ അതിൻ്റെ ആക്യുറസി പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം ഇൻ കേസ് ഇതിലൊരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻ കേസ് ഇത് നമ്മുടെ ഈ ബോഡിയിലെങ്ങാനും മാർക്കായി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ വന്നിട്ട് ഇതിൻ്റെ 0 ആക്കുക, ഡൗൺ കാണിച്ചതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞാൽ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ കളർ വന്നത് പോവും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇൻ കേസ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് അത് വീണ്ടും പഴയ രൂപത്തിലേക്ക് ആക്കാൻ പറ്റും. നമ്മുടെ ഡബിൾ എക്സ്പോഷർ കഴിഞ്ഞു. ഇനി നമ്മളത് സേവ് ചെയ്യണം. മീൻസ് ടിക്ക് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫോട്ടോ എങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒന്ന്, നമുക്ക് ഇതിൻ്റെ HDR എന്ന് കാണുന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതൊരു ഓവർ എക്സ്പോഷറായിട്ട് നമുക്ക് വരും. അപ്പോൾ നമുക്കൊരു അധികം വേണ്ട, ഒരു 10-12 ആ ലെവലിലായിട്ട് നിർത്താം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫേസിൻ്റെ ഇതൊന്ന് കുറയ്ക്കണം, സ്ട്രക്ചറിലൊന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ ഓവർ കളറായിട്ടാണ് ഫേസിൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സെലക്ട് എടുത്തതിന് ശേഷം ഒന്ന് ഫേസിൽ സൂം ചെയ്തിട്ട് ബ്രൈറ്റ്നെസ് ഇത്തിരി കൂട്ടിയിട്ട് സാച്ചുറേഷൻ ഇത്തിരി കുറയ്ക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോയ്ക്ക് ഒരു ചെറിയൊരു ചെറിയ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അതിന് ശേഷം നമ്മൾ കർവ് എടുക്കാം. കർവ് എടുത്തിട്ട് നമ്മുടെ ഫോട്ടോയ്ക്ക് ഉണ്ടല്ലോ ഒത്തിരി ഡൗൺ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഒരു പെർഫെക്ഷൻ കൂടി വരും കണ്ടോ. അതിന് ശേഷം നമ്മൾ ഒരു
ഒരു രസത്തിനായിട്ട് അടിയിൽ ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്നൊന്ന് എഴുതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എഴുതിയാൽ മതി, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അടിയിൽ പോയിട്ട് ടൈപ്പിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ അടിയിലായിട്ട് റിപ്പബ്ലിക് ഡേ എന്ന് എഴുതിയിട്ടൊന്ന് വെക്കുകയാണ്. നിങ്ങൾക്ക് വേറെ കളർ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിത് ചുമ്മാ ഒരു രസത്തിന് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രം വെച്ചാണ്. അത് കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ എഡിറ്റിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനി നമ്മൾ സേവ് മാത്രമാണ് ചെയ്യേണ്ടത്. സേവ് ചെയ്യാനായിട്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, ആ ഒരു 3 ഡോട്ട്സ് കാണുന്ന, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോസ് സേവ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി റിപ്പബ്ലിക് ഡേ.